രാജ്യക്കാർ യഹോശാഫാത്തിനെതിരെ യുദ്ധത്തിന് വന്നുവെങ്കിലും അവൻ ദൈവത്തെ അന്വേഷിപ്പാൻ താല്പര്യം കാണിച്ചത് കൊണ്ട്, അവൻ ദൈവ സന്നിധിയിൽ ഒരു ഉപവാസം പ്രഖ്യാപിച്ചത് കൊണ്ട്, അവൻ ദൈവ സന്നിധിയിൽ വിശുദ്ധിയോടെ കടക്കുവാൻ താല്പര്യം കാണിച്ചത് കൊണ്ട് ജയം യഹോശാഫാത്തിനായിരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നു. അതേ ദൈവത്തിൽ അവനൊരു ഉപവാസം കൽപ്പിച്ചു നമ്മൾ കണ്ടു. നിന്റെ ജീവിതത്തിനു മേല്, നിന്റെ ജീവിതത്തെ പ്രതിനിധീകരിക്കുന്ന, ഇല്ലെങ്കിൽ നിന്റെ ജീവിതത്തെ തകർക്കുവാൻ ശ്രമിക്കുന്ന, അത് രോഗമായിക്കൊള്ളട്ടെ, അത് സാമ്പത്തിക പ്രവൃത്തിയായിക്കൊള്ളട്ടെ, അത് മാനസിക വിഭ്രാന്തി ആയിക്കൊള്ളട്ടെ, ഏത് തരത്തിലുള്ള ഭൗതികവും ആത്മികവുമായ വിഷയമായിരുന്നാലും അതിലേക്ക് നിന്നെ ആകർഷിപ്പിക്കുന്ന, അതിനുമേൽ നീ ഒരു ഉപവാസത്തെ കൽപ്പിക്കുവാൻ തയ്യാറാണ് എങ്കിൽ, ഏത് വിഷയമാണോ വിഷയത്തിന് മേലൊരു ഉപവാസം കൽപ്പിക്കുവാൻ തയ്യാറാണ് എങ്കിൽ ജയം യഹോവയുടേതായിരിക്കുമെന്ന് വചനം പറയുന്നു. അത് തന്നെ, ജയം യഹോവയുടേതായിരിക്കുമെന്ന് വചനം പറയുന്നു. അത് തന്നെയത്രേ നമ്മൾ കേട്ടത്, യുദ്ധം യഹോവയുടേത് എന്ന്. അങ്ങനെയെങ്കിൽ ജയവും അവന്റേത് തന്നെയത്രേ.